ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോട്ടിനുള്ളിൽ കുടുങ്ങിയ പുലി ചത്തു. പുലർച്ചെ 1 മണിയോടെ കോട്ടോപ്പാടം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കോഴിക്കോട്ടിലാണ് പുലി കുടുങ്ങിയത്. രാവിലെ 7:15ഓടെയാണ് ആൺപുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ ഒരു മിനിറ്റുകൾക്ക് മുമ്പ് അതിനകത്ത് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. കമ്പിവലയിൽ കുരുങ്ങിയ പുലിയുടെ വലതുകൈയിൽ ഗുരുതര മുറിവേറ്റിരുന്നു. രക്തം വാർന്നാകാം പുലി ചത്തതെന്നാണ് നിഗമനം. നമുക്ക് കാണാം ആ കൈ അതിനകത്ത് ശരിക്കും ആ കമ്പിയിൽ പൂർണ്ണമായും ഈ കുരുങ്ങി അതായത് പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ. ആ കമ്പിയില് ഈ കമ്പി 2 കമ്പിയിലുണ്ട്. അതിനകത്ത് കമ്പിയെ കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് അതിന് പൂർണ്ണമായും കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയേറെ പുലി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും 7 മണിക്ക് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും പുലി ഇവിടെ നിന്ന് പിടഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ പിടച്ചിൽ നമ്മൾ പറയുന്ന പോലെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ജീവൻ മരണ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും പുലി ചത്തിരിക്കുന്നു. അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ കെ ശശീന്ദ്രൻ പറഞ്ഞു മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വനംവകുപ്പ് സ്വീകരിച്ചിരുന്നു. ഇനി വേണ്ട നടപടികൾ പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം കണ്ടെത്തി മറ്റു അനന്തര അത് ശവം കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുക എന്ന നടപടിയാണ് ഇപ്പോൾ വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പോം വഴി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കാനും അനന്തര നടപടി സ്വീകരിക്കാനും ആവശ്യമായ ശക്തി വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇപ്പോൾ 2-3 സംഭവങ്ങളിലായി വനം വകുപ്പിലെ ജീവനക്കാരുടെ ആത്മാർത്ഥത നാം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വനം വകുപ്പിന്റെയും നിഗമനം. ഏതായാലും പുലർച്ചെ കോഴിക്കോട് ചുറ്റുമുള്ള കമ്പിവല മുറിച്ചാണ് പുലി അകത്ത് കയറിയത്. പുലിയുടെ ജഡം മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കം അവിടെയുണ്ട്. പ്രസാദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ സമിതിയുടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. ഇതിനായി സുവോളജിസ്റ്റ്, 2 വെറ്റിനറി ഡോക്ടർമാർ, തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രതിനിധി തുടങ്ങി 6ഓളം പേരടങ്ങുന്ന കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ വേണം ഈ പോസ്റ്റ്മോർട്ടം നടത്താനുള്ളത്. അതിനുശേഷം പുലിയുടെ ജഡം കത്തിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പാലക്കാട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഇവിടെ കോട്ടപ്പാടം പഞ്ചായത്തിലെ 3-ാം വാർഡിലുള്ള കുന്തിപ്പാടം സ്വദേശി ഫിലിപ്പിന്റെ വീടിന് ചേർന്നുള്ള കോഴിക്കൂട്ടിൽ തൊഴുത്ത് കോഴിക്കൂടാക്കി മാറ്റിയതായിരുന്നു. ഈ കോഴിക്കൂട്ടിലേക്ക് പുലി കയറുന്നത് രാവിലെ ഒച്ച കേട്ട് അദ്ദേഹം വന്നു നോക്കുമ്പോഴാണ് ഈ കൂടിനകത്ത് 90 കോഴി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടിനകത്ത് പുലിയെ കണ്ടത്. പിന്നീട് ഈ പുലിക്ക് തിരിച്ച്, അതായത് ഇതിന്റെ കമ്പിവല കൊണ്ട് ഈ കോടിന് ചുറ്റും സംരക്ഷണം തീർത്തിരുന്നു. 2 കമ്പിവലകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് അടച്ചിരുന്നത്. പക്ഷേ ഈ കമ്പിവല തകർത്ത് അകത്ത് കയറുന്ന പുലിക്ക് തിരിച്ച് ഇറങ്ങാൻ കഴിയാതെ വരികയും അതിന്റെ കൈ ഈ കമ്പിവലയ്ക്കുള്ളിൽ കുടുങ്ങി പിന്നീട് ഗുരുതരമായ മുറിവേൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ 7:15 പിന്നീട് പുലി ചാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പുലിയെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി അതിന് ചികിത്സ നൽകാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നു. അതിനായി വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും തിരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം നിലമ്പൂർ എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം പുലി ചത്തു എന്നുള്ള വിവരം അറിയുന്നത്. ഇപ്പോൾ പുലി ചത്തതിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന്റെ നടപടികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 90 കോഴികളെ വളർത്തുന്ന വലിയ കോഴിക്കോട്ടിലാണ് പുലി പുലർച്ചെ കുടുങ്ങിയത്. ഒരു കോഴിയെ മാത്രമാണ് കൂടിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുലി കുടുങ്ങിയിട്ടുള്ള പുലി വന്നിട്ടുള്ള ഈ കോഴിക്കൂടിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കോഴി മാത്രമാണ് ഇപ്പോൾ നേരത്തെ ഉള്ളത്. ബാക്കി എല്ലാ കോഴിയെയും പുലി പിടിച്ചു തിന്നു എന്നുള്ളതാണ് പറയുന്നത്. 90 കോഴിയാണ് ഈ കൂട്ടിനകത്തുണ്ടായിരുന്നത്. ഇവിടെ ഈ കമ്പിവല നമുക്കിത് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ. ഈ കമ്പിവലയിലാണ് ഇതിന്റെ കൈ കുടുങ്ങുകയും പിന്നീട് രാത്രി ഇന്ന് പുലർച്ചെ 1 മണി മുതൽ 7 മണി വരെ 7:10 വരെ ഇതിനകത്ത് കുടുങ്ങി നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൈ പൂർണ്ണമായി ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കമ്പിവല കെട്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റീൽ കമ്പി വേറെയുണ്ട്. ഈ സ്റ്റീൽ കമ്പിയിലാണ് ഇത്തരത്തിൽ ഈ പുലിയുടെ ഒരു കൈ അതിനകത്ത് കെട്ടി നിന്നിരുന്നത്. അത് പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ഇതിന്റെ മറ്റ് വാതിലുകളിലൊന്നും തന്നെ പുലി കടക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇവിടെ ഒരു അതായത് വിടവുണ്ട്. അതായത് ഈ കമ്പിവലയുടെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ വിടവുണ്ട്. അതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ പുലി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെ അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ട് 2 കമ്പിവല വെച്ച് ആണ് ഈ കൂട് പൂർണ്ണമായും ഇതിന്റെ ഒരു വശം കെട്ടിയിട്ടുള്ളത്. അതിലെ മുകൾ ഭാഗത്തെ വിടവ് കാണുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിടവാണോ നമ്മൾ കാണുന്നത്? ഇപ്പൊ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പൊ കാണുന്നത് ഇതിലേ കയറിയതെന്ന് സംശയിക്കുന്നു. അങ്ങനെയാണ് ഇപ്പൊ കണ്ടിട്ട്. വേറെ വഴിയൊന്നും വേറെ ഒരു വഴിയില്ല. ചേട്ടൻ വരുന്ന സമയത്ത് ചേട്ടൻ അതിലൂടെയാണോ വന്നിരുന്നത്? ഞാൻ അതിലേ വന്നത്. ഒച്ച കേട്ടോണ്ട് ആ ഭാഗത്ത് അതാ വാതിൽ. അവിടുന്ന് വരുമ്പോ അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഈ കൂടുതൽ കയറുമ്പോൾ ഇതിനകത്താണ് സാധനം കടന്നത്, കോഴിയെ പിടിച്ചോണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് കയറി വന്നതോടുകൂടി ഞാൻ വാതിൽ അടച്ചു പിന്നെ പുറത്ത് ചാടിയപ്പോ എന്നെ ഉപദ്രവിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇതിപ്പോ ഈ കുഴി ഇത് ചാണകം പശുവിനെ വളർത്തോണ്ടിരുന്ന ഈ തൊഴുത്താ കാണുന്നത്. അപ്പൊ ചാണകം ചാണകം അപ്പൊ എന്നാ വെച്ചാൽ ഇതിന്റെ മേലെ ഈ കമ്പ് കെട്ടിട്ട് ഈ കമ്പെ കൂടെയൊക്കെ കോഴി ഇരുന്നോണ്ടിരുന്നു. നാടൻ കോഴി വളർത്തുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് 90 കോഴി ഉണ്ടായിരുന്നു. അതിലിപ്പോ ഒരു കോഴി മാത്രമാണ് പുറത്തുകൂടി അതിലൊക്കെ ഉണ്ടോ സംശയിക്കുന്നത്. ഏതാ ഒരെണ്ണം തൂങ്ങി നിൽക്കുന്നു അവിടെ. കൂട് തുറന്നിട്ട് ഇതെടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പം കോഴികൾ കുറെ കടന്നു പോയിട്ടുണ്ട്. 8-10 കണ്ടേക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ ഒരു നമുക്ക് ഈ ഇതിൽ കാണാൻ കഴിയും. ഇവിടെ ഒരു വിടവുണ്ട്. ആ വിടവിലൂടെയാണ് പുലി കടന്നിട്ടുള്ളത്. വിടവുണ്ടാക്കി കയറിയതാണ്. അവിടെ നേരത്തെ ഇങ്ങനെ വിടവുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. അതായത് പറഞ്ഞ ഈ പൂർണ്ണമായും ഈ കമ്പി കൊണ്ട് ഇവിടെ ഈ ഇതിനകത്ത് കെട്ടിയതായിരുന്നു. ഇതിന്റെ സ്റ്റീൽ കമ്പിന്റെ ബോളിൽ വെച്ച് കെട്ടിയതാണ്. അത് ബെൽഡ് ചെയ്തതാണ്. ആ ബെൽഡിംഗ് പൊളിച്ച് അത് തകർത്താണ് പുലി ഇതിനകത്തേക്ക് കയറിയത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് പുലി തിരിച്ച് അതേ സ്ഥലത്തിന് ആ ഭാഗത്തുകൂടെ കടക്കാനുള്ള ശ്രമമായിരിക്കും പുലി ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാകുക. ആ വിടവിലൂടെ അകത്ത് കയറിയ പുലി പിന്നീട് തിരിച്ച് അതേപോലെ ഇറങ്ങാനുള്ള നടത്തിയ ശ്രമത്തിലാണ് ഈ കമ്പിവല പൂർണ്ണമായും അതിനകത്ത് കുരുങ്ങുകയും പിന്നീട് പുലി ചാവുകയും ചെയ്തിട്ടുള്ളത്. മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. നിലമ്പൂരിൽ പുള്ളിമാൻ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് 2 മദ്രസ അധ്യാപകർക്ക് പരിക്ക്. മൈലാടി പാലത്തിന് സമീപമാണ് അപകടം. നിലമ്പൂർ വല്ലപ്പുഴ സ്വദേശികളായ ഉമ്മർ സഖാഫി, റഫീഖ് സഖാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ മേഖല പുള്ളിമാനുകളുടെ വാസകേന്ദ്രമാണ്. ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ കൊണ്ട് പൊറുതിമുട്ടി ജനം. 2 ആഴ്ചക്കിടെ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട ആക്രമിച്ചത് 5 തവണ. ചാക്ക് കണക്കിന് അരിയും ആട്ടയും അകത്താക്കി അരിക്കൊമ്പൻ. സാധനങ്ങൾ താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി കടയുടമ. പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്ന് ആവർത്തിച്ച് നാട്ടുകാർ. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ ദുരിതത്തിലായി ഇടുക്കി BL റാം നിവാസികൾ. 2 ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തകർന്നത് 2 വീടുകൾ. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന 10ഓളം കാട്ടാനകളെ വനമേഖലയിലേക്ക് തുരത്തിയത് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് പ്രദേശവാസികൾ. തിരുവനന്തപുരം മൃഗശാലയിലെ വാക്സിനേഷൻ കുത്തിവയ്പിൽ ഗുരുതര വീഴ്ച. കടുവകൾക്കും പുലികൾക്കും വാക്സിൻ എടുത്തത് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. ദൃശ്യങ്ങൾ പുറത്തുവിട്ട ന്യൂസ് 18. BBC ഡോക്യുമെന്ററി പ്രദർശനവുമായി ബന്ധപ്പെട്ട് വെള്ളായടി കല്ലിയൂർ ജംഗ്ഷനിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. 4 പേർക്ക് പരിക്ക്. BJPയുടെ 4 പഞ്ചായത്ത് അംഗങ്ങളെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ മോശമായി പെരുമാറിയെന്നാരോപിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർക്കെതിരെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ അതിക്രമിച്ച് കയറിയ BJP പ്രവർത്തകർക്കെതിരെ മിണ്ടാതിരുന്ന ഇൻസ്പെക്ടർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കോളേജ് യൂണിയൻ പരാതിയും നൽകി. ജഡ്ജിയുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. അഭിഭാഷകനായ സൈബി ജോസിനെതിരെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളിൽ ആരോപണം ശരിവെക്കുന്ന വസ്തുതകൾ ഉണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ. 20ഓളം സാക്ഷികളെ പോലീസ് കണ്ടെങ്കിലും 14 പേരുടെ മൊഴി റെക്കോർഡ് ചെയ്തു. മൊഴികൾക്കൊപ്പം ചില സാക്ഷികൾ കൈമാറിയ രേഖകളും റിപ്പോർട്ടിലുണ്ട്.
സൈബി ജോസിന് ഫീസ് മാത്രമാണ് നൽകിയതെന്ന് നിർമ്മാതാവ് മൊഴി നൽകിയപ്പോൾ മറ്റു ചിലർ സൈബി ജോസിനെതിരെ ശക്തമായി മൊഴി നൽകിയെന്നാണ് സൂചന. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ. DGP ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അനുകൂല വിധിക്കായി ജഡ്ജിക്ക് കോഴ കൊടുക്കാനെന്ന പേരിൽ പണം കൈപ്പറ്റിയ സംഭവത്തിന് പിന്നാലെ ഹൈക്കോടതി ജീവനക്കാർക്കിടയിൽ നടത്തിയ പെർഫോമൻസ് നിർണയവും വിവാദത്തിൽ. ഹൈക്കോടതിയിൽ വിവിധ വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച 16 പേരുടെ ഗ്രൂപ്പ് ഫോട്ടോ പ്രസിദ്ധീകരിച്ചതാണ് വിവാദമായത്. 1000-ലധികം തൊഴിലാളികൾ ഉണ്ടായിരിക്കെ വെറും 16 പേരെ മാത്രം മികച്ചവരായി ഉയർത്തിക്കാണിച്ചത് തൊഴിലാളികളുടെ മനോവീര്യം തകർക്കുന്നതാണെന്നാണ് വിമർശനം. യൂട്യൂബ് വ്ളോഗറോട് അപമര്യാദയായി സംസാരിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. പറഞ്ഞ രീതിയോട് എതിർപ്പുണ്ട്, എന്നാൽ പറഞ്ഞ കാര്യങ്ങളോട് ഒട്ടും എതിർപ്പില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അച്ഛനെയും അമ്മയെയും കൂടെ അഭിനയിച്ച കുട്ടിയെയും മോശമായി പറഞ്ഞാൽ പ്രതികരിക്കുമെന്നും ഉണ്ണി മുകുന്ദൻ. ഇതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കിയാൽ സന്തോഷത്തോടെ പുറത്തുപോകും. വ്യക്തികളെ വേദനിപ്പിച്ച് തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ലെന്നും ഉണ്ണി മുകുന്ദൻ. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോൺ ബിർള, ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയെ സന്ദർശിച്ചു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനാൻ മാർ ക്രിസ്റ്റോമസ്, ആത്മായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. പരിമല സെമിനാരിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഉത്തരവാദി മുസ്ലിം ലീഗെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണ. BJP കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം നയിച്ച ത്രിദിന പദയാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രഫുൽ. തിരുരങ്ങാടി നഗരസഭ 25-ാം ഡിവിഷൻ കൗൺസിലർ അലിമോൻ തടത്തിൽ നടപ്പാക്കുന്ന നേർരേഖ പദ്ധതിക്ക് തുടക്കമായി. ശരിയായ രേഖ മതിയായ സുരക്ഷ എന്ന ശീർഷകത്തിൽ നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടി 3 മാസം നീണ്ടു നിൽക്കും. ഇതിന്റെ ഭാഗമായി ഡിവിഷനിലെ ഓരോ വീട്ടിലും കയറി സർക്കാരുമായി ബന്ധപ്പെടുന്ന എല്ലാ രേഖകളും പരിശോധിച്ച് തെറ്റുതിരുത്തലും പുതിയതുണ്ടാക്കലും നടക്കും. കൗൺസിലർക്കൊപ്പം നജീബ് കാന്തപുരം MLAയും ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലെയ്സ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ അഗ്രി പിത്ത് ചകിരി കമ്പോസ്റ്റ് വിപണിയിൽ. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് മൈസോണിൽ വെച്ച് നടന്ന ചടങ്ങിൽ KCPL ചെയർമാൻ TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കമ്പനിയുടെ നീലേശ്വരം പഴയങ്ങാടി യൂണിറ്റിലാണ് അഗ്രി പിത്ത് നിർമ്മിക്കുന്നത്. കൊച്ചിയിൽ മൊബൈൽ മോഷ്ടാക്കൾ പോലീസ് പിടിയിൽ. ഇടപ്പള്ളി സ്പോർട്സ് അറീനയിൽ നിന്നും 3 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച 2 യുവാക്കളെ എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച മുതലുകൾ വിൽക്കാൻ പെൻഡാമേനകയിൽ ഷോപ്പിൽ എത്തിയപ്പോൾ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം തിരിച്ചറിഞ്ഞത്. പിടിയിലായത് കാസർഗോഡ് ബേക്കൽ സ്വദേശി പ്രവീൺ, കണ്ണൂർ സ്വദേശി മുഹമ്മദ് സാഹിൽ എന്നിവർ. കാസർഗോഡ് മയക്കുമരുന്ന് കടത്തുകേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മധൂർ സ്വദേശിയായ മുഹമ്മദ് അജനാസാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 6 ആയി. കോട്ടയത്ത് ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ചങ്ങനാശ്ശേരി കങ്ങഴ കൊറ്റംചിറ ഭാഗത്ത് തകടിയേൽ വീട്ടിൽ അബിനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊലപാതക ശ്രമം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് വിൽപ്പന, അടിപിടി തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോട്ടയം കിടങ്ങൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടപ്പളാമറ്റം ഇല്ലത്ത് വീട്ടിൽ സ്റ്റെഫിൻ ഷാജിയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളും സുഹൃത്തും ചേർന്ന് ചേർപ്പുങ്കൽ KTDC ബിയർ പാർലറിന് സമീപം വെച്ച് പുലിയന്നൂർ സ്വദേശിയായ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കോട്ടയം ഗാന്ധിനഗറിൽ വീട്ടമ്മയെ ആക്രമിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പായിക്കാട് വട്ടമുകൾ വീട്ടിൽ ജയേഷിനെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടമ്മയുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി മേച്ചിൽ ഓടുകൊണ്ട് വീട്ടമ്മയെ
പ്രവാസി വ്യവസായിയിൽ നിന്ന് 108 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതി ഒതുക്കാൻ ഉന്നതൻ ഇടപെട്ടെന്ന ആക്ഷേപം. ആലുവ സ്വദേശി ലാഹിർ ഹസൻ ആണ് മരുമകൻ മുഹമ്മദ് ഹാഫിസിനെതിരെ നൽകിയ പരാതി. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചുവെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. പിന്നീട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് DIGയോട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുവി വിശ്വനാഥൻ ചേരും. സുവി, ഈ ഉന്നതൻ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണ്? ഇപ്പോൾ അന്വേഷണത്തിന്റെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ഈ ഉന്നതൻ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഒരു ഉന്നതൻ ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ കൊണ്ടാണ് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഈ കേസ് അട്ടിമറിക്കുന്നത് എന്നാണ് പ്രവാസി വ്യവസായിയുടെ ഒരു പരാതിയുള്ളത്. 108 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ അട്ടിമറി നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ആലുവ സ്വദേശിയും ദുബായിൽ നിരവധി ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയുമായ ലാഹിർ ഹസനാണ് തനിക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരുമകനായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഹാഫിസ് തന്നെയും കുടുംബത്തെയും ചതിച്ചുവെന്നും മഹാരാഷ്ട്ര മന്ത്രിയുടെ കമ്പനിയുടേതുൾപ്പെടെ വ്യാജ രേഖകൾ ഉണ്ടാക്കി 108 കോടി രൂപ തട്ടിയെടുത്തു എന്നുമാണ് കേസ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ലാഹിർ ഹസൻ ആദ്യം ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് മുഹമ്മദ് ഹാഫിസിനെതിരെയും അക്ഷയ് എന്ന് പറയുന്ന എറണാകുളം സ്വദേശിക്കെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ 21/8/2022 ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം പോലീസ് ഈ പ്രതികളെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ഈ വ്യാജ ഡോക്യുമെന്റുകൾ നിർമ്മിച്ചതിന്റെ സീലുകൾ പിടിച്ചെടുക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായില്ല. ഒപ്പം തന്നെ പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന മുഹമ്മദ് ഹാഫിസിന്റെ കൈവശമുണ്ടായിരുന്ന ലാഹിർ ഹസന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 കോടി രൂപയുടെ റേഞ്ച് റോവർ, ആ വാഹനം പോലും പോലീസ് പിടിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇയാളുടെ കയ്യിൽ തുടരുന്നത് എന്തെങ്കിലും കുറ്റകൃത്യത്തിന് കാരണമാകുമോ എന്ന ഭയവും ലാഹിർ ഹസനുണ്ട്. തുടർന്ന് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ഇത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. എന്നിട്ടും ഈ കേസിൽ ഒരു തുമ്പും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.